നമസ്കാരം. കണ്ണൂർ പൊയ്ത്തുംകടവിൽ നവവധു റിസ ജീവനൊടുക്കിയ സംഭവത്തിൽ ഭർത്താവ് ആസിഫിനെതിരെ ലുക്കൌട്ട് നോട്ടീസ്. റിസ കൂട്ടുകാരിക്കയച്ച വികാരഭരിതമായ ശബ്ദ സന്ദേശം പുറത്ത്. പ്രതി ഗൾഫിലേക്ക് കടന്നതോടെ ഇന്റർപോളിന്റെ സഹായം തേടാൻ പോലീസ്. കണ്ണൂർ അഴീക്കോട് പൊയ്ത്തുംകടവിൽ ഗാർഹിക പീഡനങ്ങളെ തുടർന്ന് സ്വന്തം വീടിനുള്ളിൽ ജീവനൊടുക്കിയ 20കാരി ഫാത്തിമത്തുൽ റിസ കൂട്ടുകാരിക്കയച്ച നടുക്കുന്ന അവസാന സന്ദേശങ്ങളും പുറത്തുവന്നു. ഭർത്താവിന്റെ കടുത്ത ലഹരി ഉപയോഗവും ക്രൂരമായ ശാരീരിക മാനസിക പീഡനങ്ങളുമാണ് തങ്ങളുടെ മകളുടെ മരണത്തിന് കാരണമെന്ന് കാണിച്ച് ബന്ധുക്കൾ പരാതി നൽകിയതോടെയാണ് ക്രൂരതയുടെ വിവരങ്ങൾ പുറം ലോകം അറിയുന്നത്. കഴിഞ്ഞ ജൂൺ 28-നാണ് എല്ലാവരെയും കണ്ണീരിലാഴ്ത്തി റിസ സ്വന്തം വസതിയിൽ വെച്ച് ജീവനൊടുക്കിയത്. ഈ വർഷം ജനുവരി 8-നായിരുന്നു വളപട്ടണം സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട മുണ്ടേരിമൊട്ട മായൻമുക്ക് സ്വദേശിയായ ആസിഫുമായി റിസയുടെ വിവാഹം നടന്നത്. എന്നാൽ മരണവിവരം അറിഞ്ഞ് വിദേശത്തു നിന്നും നാട്ടിലെത്തിയ ആസിഫ് പോലീസ് കസ്റ്റഡിയിലെടുക്കും മുൻപേ അതിവേഗം യുഎയിലേക്ക് കടന്നു കളഞ്ഞു. ഇയാളെ പിടികൂടാനായി പോലീസ് നിലവിൽ ഔദ്യോഗികമായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. തന്റെ ജീവനെടുക്കുന്നതിന് നിമിഷങ്ങൾക്ക് മുൻപ് റിസ പ്രിയപ്പെട്ട കൂട്ടുകാരിക്കയച്ച ശബ്ദ സന്ദേശം കേൾക്കുന്ന ഏതൊരു മനുഷ്യന്റെയും നെഞ്ചു പുലർക്കും. തനിക്ക് ഇനിയും ഇത് സഹിച്ചുകൊണ്ട് ജീവിക്കാൻ സാധിക്കില്ലെന്നും ശ്വാസം മുട്ടുന്ന അവസ്ഥയാണെന്നും യുവതി സന്ദേശത്തിൽ വേദനയോടെ പറയുന്നുണ്ട്. താൻ എന്തു ചെയ്താലും അവൻ തെറ്റുകാരനാക്കി മാറ്റുകയാണെന്നും ചീത്തവിളികൾ കേട്ട് മടുത്തുപോയെന്നും റിസ വിതുമ്പുന്നു. താൻ ഇല്ലാതായാൽ അവൻ വേറെ പെണ്ണുങ്ങളുമായി സുഖിച്ച് ജീവിക്കുമെന്നും അലമാരയിൽ വെച്ചിരിക്കുന്ന പേപ്പർ ഉപ്പയ്ക്ക് നൽകണമെന്നും അതിൽ മുഴുവനും കാര്യങ്ങളുണ്ടെന്നും റിസ സന്ദേശത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. താൻ ഏറെ സ്നേഹിച്ചിട്ടും തന്നിൽ കുറ്റങ്ങൾ മാത്രം കണ്ടെത്തുന്ന ഭർത്താവിന് മറ്റ് സ്ത്രീകളുമായി ബന്ധമുണ്ടെന്നും താൻ വീട്ടിലുള്ളപ്പോൾ പോലും അവൻ മാരകമായ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിരുന്നുവെന്നും യുവതി തുറന്നു പറയുന്നു. ലഹരി ഉപയോഗത്തെപ്പറ്റി ചോദ്യം ചെയ്താൽ വലിയ ആക്രമണങ്ങളാണ് വീട്ടിൽ നടന്നിരുന്നത്. മരിക്കാൻ ഭയമാണെങ്കിലും ഇങ്ങനെ ജീവിച്ചിട്ട് കാര്യമില്ലെന്ന നിരാശയിലാണ് ആ പാവം പെൺകുട്ടി ജീവിതം അവസാനിപ്പിച്ചത്. ഈ ദാരുണ സംഭവത്തിൽ 29കാരനായ ഭർത്താവ് ആസിഫിനായി വളപട്ടണം പോലീസ് ശക്തമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. യുഎയിലെ പ്രമുഖ വിമാനത്താവളത്തിൽ ജോലിക്കാരനായ ആസിഫ് കേസിൽ നിന്നും രക്ഷപ്പെടാൻ യുഎയിലേക്ക് കടന്നതായി പോലീസിന് കൃത്യമായ വിവരമുണ്ട്. ഇതോടെ വിദേശത്തുള്ള പ്രതിയെ പിടികൂടാൻ അന്താരാഷ്ട്ര കുറ്റാന്വേഷണ ഏജൻസിയായ ഇന്റർപോളിന്റെ സഹായം തേടാനാണ് അന്വേഷണ സംഘം ആലോചിക്കുന്നത്. വിവാഹശേഷം ഭർത്താവിനൊപ്പം വിദേശത്ത് താമസിച്ചിരുന്ന റിസ 2 മാസം മുൻപാണ് നാട്ടിലേക്ക് മടങ്ങിയെത്തിയത്. ആസിഫ് നടത്തുന്ന കടുത്ത ശാരീരിക പീഡനങ്ങളെയും ലഹരി ഉപയോഗത്തെയും കുറിച്ച് ഇയാളുടെ വീട്ടുകാർക്ക് കൃത്യമായ വിവരമുണ്ടായിരുന്നിട്ടും ഈ കാര്യങ്ങൾ റിസയുടെ കുടുംബത്തിൽ നിന്നും പൂർണ്ണമായി മൂടിവെക്കുകയായിരുന്നുവെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. മരണത്തിന് 1.5 മാസം മുൻപ് ഭർതൃഗൃഹത്തിൽ വെച്ച് സഹിക്കാനാകാതെ റിസ കൈഞ്ഞരമ്പ് മുറിച്ച് അറ്റകൈ പ്രയോഗത്തിന് ശ്രമിച്ചിരുന്നു. എന്നാൽ ഈ വിവരം പുറത്തറിയിക്കാതെ ഭർതൃ വീട്ടുകാർ മൂടിവെക്കുകയായിരുന്നു. പോലീസിൽ വിവരം അറിയിക്കരുതെന്ന് പറഞ്ഞ് റിസയെ അവർ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. റിസ ആത്മഹത്യ ചെയ്ത സമയത്ത് ആസിഫ് നാട്ടിലുണ്ടായിരുന്നിട്ടും അയാളെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് ഒളിച്ചു കളിച്ചതായി ബന്ധുക്കൾക്ക് കടുത്ത അമർഷമുണ്ട്. വ്യക്തമായ ആത്മഹത്യാക്കുറിപ്പ് ഉണ്ടായിരുന്നിട്ടും ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താതെ വെറും ഗാർഹിക പീഡന നിയമപ്രകാരം മാത്രം കേസെടുത്തതിൽ പോലീസിനെതിരെ കടുത്ത ജനരോഷവും ഉയരുന്നുണ്ട്.